യാത്രകൾക്ക് എത്ര ഭാവങ്ങളാണ്. പ്രാർത്ഥനയുടെ, കാത്തിരിപ്പിൻ്റെ, സ്നേഹത്തിൻ്റെ, വിരഹത്തിൻ്റെ, വിടവാങ്ങലിൻ്റെ, അതിജീവനത്തിൻ്റെ, ആത്മനിർവൃത്തിയുടെ, ആഴങ്ങളിലേക്ക് ചേക്കേറിയ വേരുകളെ തേടി പുതിയൊരു യാത്ര. ഇവിടെ നിന്ന് ഈ ഇടവകയിൽ 116 വീട്ടുകാരാണ് ഉള്ളത്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും അവസാനത്തെ ഇടവകയാണത്. എന്ന് വെച്ചാൽ ചാലക്കുടി ആനമല സംസ്ഥാനാന്തര പാതയിൽ ഏറ്റവും അവസാനത്തെ പള്ളിയാണ്. ഇനി ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാടാണ് പിന്നെ അവിടേക്ക് ഉള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രധാനമായിട്ടും ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണ്? കൃഷി മേഖല തന്നെയാണോ? അതെ, മുഖ്യമായിട്ടും കൃഷിയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ഉള്ളത് തന്നെ. പക്ഷേ അതിൻ്റെ പ്രത്യേകതയുള്ളത്, കൃഷി ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോഴായാൽ തന്നെയും അതിനപ്പുറത്ത് ഈ മേഖലയിൽ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുള്ള ഒരു സ്ഥലമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അതിരപ്പള്ളി ഒരു ടൂറിസം മേഖലയാണെങ്കിൽ കൂടെ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കാർഷിക മേഖലയിൽ വളരെയധികം വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹമാണ് ഉള്ളത്. ഈ പറയുന്ന തരത്തിൽ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള മേഖലയിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭയമുണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് കാട്ടാനയുടെ ആക്രമണമാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഇവിടെ ഒരു കുഞ്ഞിനെ, അതും ഇവിടെ നിന്ന് തൊട്ടടുത്ത് 1 കിലോമീറ്ററിനുള്ളിലാണ്, ഒരു കുഞ്ഞിനെ ആക്രമിച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു കുഞ്ഞും അതിനെ തുടർന്ന് അതിൻ്റെ അപ്പൂപ്പനും മരിച്ചത്. ഇവിടെ പ്രത്യേകതയുള്ളത്, എന്ത് കൃഷി ചെയ്താലും അത് കാട്ടാന മാത്രമല്ല, വാഴക്കൃഷിയാണ് എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ആന നശിപ്പിക്കും. 600-700 വാഴയൊക്കെ വെച്ചത് 3 ദിവസം കൊണ്ട് ആനകൾ മൊത്തം നശിപ്പിച്ചു പോകുന്ന കർഷകരുടെ ബുദ്ധിമുട്ടുകൾ. ഇനി അതിൻ്റെ അപ്പുറത്ത് അവർ എന്തെങ്കിലും കപ്പ, ചേമ്പ് മുതലായ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ
ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന കാര്യമുള്ളത് അത് ഒന്ന് പന്നി നശിപ്പിച്ച് കാട്ടുപന്നിയുടെ ആക്രമണം. അപ്പോൾ അത് മുഴുവൻ തീരും. ഇനി റബ്ബർ മുതലായ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയുള്ളത് അത് മാൻ വന്ന് അതിൻ്റെ തൊലിയെല്ലാം കരണ്ട് കാരി തിന്ന് പോകുന്നൊരവസ്ഥയാണുള്ളത്. അപ്പുറത്ത് നോക്കുമ്പോൾ ഈ തെങ്ങ് അല്ലെങ്കിൽ മറ്റുള്ള സംഗതികൾ അതിൻ്റെ പ്രത്യേകതകൾ കുരങ്ങും മലയണ്ണാനും വന്ന് ഈ പറയുന്ന തെങ്ങിൻ്റെ എല്ലാ തേങ്ങയും മുഴുവൻ കാരി തിന്നുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ മറ്റ് ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ മലയണ്ണാനും കുരങ്ങും കൂടി അവസാനിപ്പിക്കും. ഇതിനെല്ലാം കഴിഞ്ഞ് ബാക്കി കിട്ടുന്നൊരു സംഗതിയാണ് മുളക് സാധനങ്ങൾ മുതലായതൊക്കെ. അതാണ് പിന്നെ ഇതൊന്നും കഴിക്കാത്ത സംഗതികൾ. മയിൽ വന്ന് ഈ മുളകെല്ലാം അവസാനിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത് കാർഷിക മേഖല കൊണ്ട് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യമാണ് ഇന്ന് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. പന്നി ഫാമുണ്ട്, റബ്ബർ കൃഷി, വാഴ ഞാൻ ഈ പ്രാവശ്യം കൊണ്ട് നിർത്തലാക്കുക. കാരണം കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം കൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്ന് കിടക്കണേ, കാരണം വൈകിട്ടൊക്കെ ശരി. വീട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ തന്നെ വന്ന് താമസമാക്കുകയാണ്. രാത്രി കിടക്കാൻ വേണ്ടി ഇവിടെ വരും. ഞാൻ 1984 ഞങ്ങളിവിടെ വന്നത്. പക്ഷെ അന്നൊന്നും മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് പെരുകി, ഒരു രക്ഷയില്ല. ആന വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ആനേനെ അകറ്റാനായിട്ട് എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ മെയിനായിട്ട് ടോർച്ച് അടിക്കുക, പടക്കം പൊട്ടിക്കുക. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വേറെ മാർഗങ്ങളൊന്നും പറ്റില്ലല്ലോ, അവരെ ഉപയോഗിക്കാനും നടക്കില്ല. അപ്പോൾ ഇവിടെ എന്നും ദീപാവലിയാണല്ലേ? പടക്കം എന്നും ഉണ്ട്. ഒരു 5:30-6 മണിയാകുമ്പോഴേക്കും ഈ പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനെ ഗുണ്ട് പൊട്ടുന്ന ഒച്ച കേൾക്കാം. അങ്ങനെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഏരിയയിലെല്ലാം ആന വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് 2-3 പ്രാവശ്യമായിട്ട് 10-45 കവുങ്ങ്, അതുപോലെ തെങ്ങ് ഒരു 18 അത് പല ട്രിപ്പായിട്ട് കൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നശിപ്പിച്ച് നമ്മൾ 3 പ്രാവശ്യമായിട്ടും അപേക്ഷ വെച്ചു നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി. പക്ഷേ വർഷം 3ആയി, ഇതുവരെ ഒരു രൂപ പോലും പ്രതിഫലം നമുക്ക് കിട്ടിയിട്ടില്ല. അവർ പറയുന്ന ഒരു ഫണ്ടില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ് നമ്മളെ എന്താണ് ചെയ്യുന്നത്? എല്ലാ കർഷകരുടെ കാര്യം ഇങ്ങനെ കാര്യം മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ് അല്ലേ? ഇവിടെയുള്ള ഈ ഇടവകളിലുള്ള യുവജനങ്ങൾക്ക് പെണ്ണാലോചിക്കുമ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് പെണ്ണാലോചിക്കുന്ന സമയത്ത് അതിരപ്പള്ളിയിലേക്കാണോ എന്നാൽ ഞങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചയക്കാനില്ല, കാരണം അവർ കാട്ടാനയുടെ ശല്യമുള്ള സ്ഥലമാണ് എന്നുള്ള പറഞ്ഞിട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള മറ്റൊരു സാമൂഹിക വിപത്ത് കൂടെ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ നിന്നുള്ള കുട്ടികളെ കല്യാണം കഴിച്ചയക്കാനായിട്ട് അതിരപ്പള്ളിയിൽ നിന്നാണോ, ആ പഞ്ചായത്തിൽ നിന്നാണോ, ആ മേഖലയിൽ നിന്നാണോ, അപ്പോൾ ആ കല്യാണ ആലോചന മുടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. ശിവേട്ടാ, ഇതിപ്പോൾ ഈ ഒരു കാട് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിലാണ്. പക്ഷെ മൃഗങ്ങൾക്ക് ഇറക്കവും വരവും പോക്കൊന്നും ഒരു കുറവുമില്ല. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അതിരപ്പള്ളിയിലത്തെ ഇവിടുത്തെ ജീവിതം കാര്യങ്ങളൊക്കെ? നിങ്ങൾ കാട്ടില് ജീവിക്കുന്ന ഒരു കക്ഷി കൂടിയാണ്. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ആനകള് ഇപ്പൊ ഈ ഒരു ആന വന്നിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഈ അതിപ്പോ ആ കൊച്ചിനെ കൊന്നോടുകൂടി ആളുകൾക്കൊക്കെ ഒരു പേടി, ഒരു സ്വപ്നങ്ങളൊക്കെ ആയിപ്പോ ഭയം ആണ് ഇപ്പൊ ആനനെ. ആനനെ ഇപ്പൊ അതിന് എന്തെങ്കിലും മാർഗം ആയിട്ട് പിടിച്ചുകൊണ്ടുപോയി ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു സമാധാനം ഉണ്ടാകും. ഈ ആന കിടന്ന് നടക്കുന്നതിന്റെ പേരിൽ ആളുകൾക്കൊക്കെ ഒരു പേടിയാണ്. ശരി. ശിവേട്ടൻ വർഷങ്ങളായിട്ട്, അതായത് ജനിച്ചപ്പോൾ മുതലേ തന്നെ ഈ ഒരു കാട്ടിൽ തന്നെയാണ് താമസം.
അതെങ്ങനെ സാധിക്കുന്നു ഇപ്പോൾ കാട്ടിലെ? ഈ കാട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഇതൊന്നുമില്ല, മൃഗങ്ങളെ പേടിക്കേണ്ട. ഈ ആന ഇതിപ്പോൾ ഇപ്പം ഇത്രയും കാലങ്ങളായിട്ട് ഈ ആനേനെ മാത്രം ഈ ആനയുടെ പ്രശ്നമാണ്. വേറെ ഒന്നും ഒരു പേടിയില്ല. പുലി ഉണ്ടെന്ന് പറഞ്ഞാലും അത് കാണാനില്ലല്ലോ, കാണാൻ പറ്റില്ല. അപ്പൊ ഇത് ആരും, ഞാൻ ഈ പുലിനെ കാണുന്നുണ്ട്, പക്ഷെ ഇഷ്ടം പോലെ കാണുന്നുണ്ടെങ്കിലും ഈ പുലികള് നമുക്ക് ഒരാളും ദ്രോഹിച്ചല്ലോ. ഈ ആനയിപ്പോ രണ്ടാളിപ്പോ ഇവിടെ അടുത്ത് തന്നെ കൊന്നു. ശിവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാട്ടുമൃഗങ്ങളെയും പേരെടുത്ത് ചൊല്ലി വിളിക്കുന്ന ആളായിരിക്കും, കാരണം ഡെയിലി കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും അടുത്തറിയാവുന്നത് കൂടിയാണ്. ഇപ്പൊ പഴയ കാലങ്ങളെ പോലെയല്ല, നമുക്ക് കാട്ടിൽ കയറാൻ പറ്റില്ല. അതുപോലെ മൃഗങ്ങള് അങ്ങോട്ട് മാനായാലും പന്നിയായാലും ആനയായാലും പുലിയായാലും ഒക്കെ കണ്ടമാനം നിറഞ്ഞിരിക്കുക. ഈ ഒരു സമയത്ത് കാടന്മാർ കാട്ടിൽ കയറുന്ന ഒരു സമയം കൂടിയാണ്, കാരണം ഈ തേനൊക്കെ എടുക്കാനായിട്ട് അല്ലേ? അപ്പോൾ അവരെ എങ്ങനെ പോകുന്നു? ശിവേട്ടനും കുറേയൊക്കെ പോയിട്ടില്ലേ? ഞാൻ പോയിട്ടുണ്ട് അവരുടെ കൂടെ ഈ ആദിവാസികളിൽ. ഇതെങ്ങനെയാ കാട്ടിക്ക് വേനൽക്കാലത്ത് എങ്ങനെ കയറിയിട്ട് എങ്ങനെ എന്തൊക്കെയാ? അത് നമ്മൾ തേനെടുക്കാൻ പോകും, അങ്ങനെ തേനെടുക്കും, അവരുടെ കൂടെ നടന്ന് ഉൾക്കാട്ടിലേക്ക് പോയിട്ട് എത്ര ദിവസമൊക്കെ താമസിക്കും അവിടെ? ഒരാഴ്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഭക്ഷണ സാധനം അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അതെ, പിന്നെ അവരുടെ കൂടെ തേനൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഈ തേനെടുക്കുന്ന എങ്ങനെ വലിയ കാട്ടുമരങ്ങളുടെ വലിയ വലിയ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആണി അടിച്ച് കയറിയിട്ട് അതുമ്മ പോയി ചൂട്ടും കൂടുതൽ കത്തിച്ച് എടുത്ത് കൊണ്ടുവരും. ഓക്കെ, നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ടീം നമ്മുടെ തൊട്ടപ്പുറത്തോടെ വരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അവർക്കും എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അവർക്ക് നമ്മൾ ഈ മലമ്പാമ്പൊക്കെ ഇവരെ പിടിക്കുന്നുണ്ട്. അത് ശരി. അങ്ങനെ അതിൽ നിന്ന് അവശേഷിക്കുന്നവരാണ് ഇവര്. കൂട്ടമായിട്ട് തിന്നാൻ ഇറങ്ങിയേക്കുന്നതാണ് ഇപ്പൊ. മീനെ പിടിച്ച് തിന്നാൻ. ഓ, അവർക്ക് ആവശ്യമുള്ള മീനൊക്കെ ഈ പുഴയിൽ തന്നെ ഉണ്ട്. ഉണ്ട്. ശിവേട്ടാ, ചെറുപ്പകാലം മുതൽ തന്നെ ഈ അതിരപ്പള്ളിയിൽ തന്നെയാണ് ജനിച്ചും വളർന്നതൊക്കെ. അപ്പോൾ പുറത്തുള്ളവരോട് സംബന്ധിച്ച് അതിരപ്പള്ളിയെ പറ്റി എന്താ പറയാനുള്ളത്? അതിരപ്പള്ളി എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു സ്ഥലമാണത്. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ദൈവത്തിൻ്റെ രാജ്യം. വെള്ളച്ചാട്ടവും മനോഹരമായ നല്ല ശുദ്ധവായുണ്ട്, വെള്ളം ശുദ്ധജലമുണ്ട്, ഇതൊക്കെ ഉണ്ട്. വാൾപ്പാറ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അതിരപ്പള്ളി വന്നിട്ട് ഇത് ഇവിടെ നിന്ന് തൃശ്ശൂർ വരണമെങ്കിൽ ഇവിടെ നിന്ന് കൃത്യം ഒരു 150 കിലോമീറ്റർ ഉണ്ട്. ഒരു ഫുൾ ഫോറസ്റ്റാണ്, ഫുൾ ഫോറസ്റ്റ് പറഞ്ഞ് പോകുമ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ എലിഫൻറ്റ് എല്ലാം കാണാം. വരുമ്പോൾ എല്ലാവർക്കും ഹാപ്പിയായിട്ട് ഇരിക്കാം.
ഒരു ടീ കൊടുക്ക ചുക്ക പേര് ശരി ശരി. எனக்கு வால்பாறைக்கு எவ்வளோ கிலோமீட்டர் இருக்கு? 16 கிலோமீட்டர். 16 நாளா? என்ன வால்பாறை பார்க்கறதுக்காக என்னெல்லாம் இருக்கு? பார்க்கறதுக்கு ஒன்றும் ஏதாவது எஸ்டேட் மாதிரி தான், கொஞ்சம் கொஞ்சம் கோயில் இருக்கு, பாலாஜி கோயில் அந்த மாதிரி ஒரு கோயில் மாதிரி சின்ன கோயில் இருக்கு, டவுனு தான். அப்படியா? எஸ்டேட் மொத்தம். சரி சரி. இந்த தேயிலை தோட்டம் தான் தேயிலத்தோட ஜாஸ்தி ஜாஸ்தியாக இருக்குல்ல? പിന്നെ ஏலம் காப்பி. அது பார்க்கறதுக்கு ரொம்ப அழகா இருக்கால்ல? நிறைய பேர் வருது அது பார்க்கறதுக்காகண்ணா. അമ്മച്ചി ഇത് എന്തുണ്ട് വിശേഷം? നല്ലത് തന്നെ. നല്ല വിശേഷാണോ? നല്ല വിശേഷമാണ്. സുഖാണോ? സുഖമാണ്. അപ്പൊ സുഖമാണ്. സുഖമാണ്. അമ്മച്ചി മുമ്പൊക്കെ പള്ളിക്ക് ഇവിടുന്ന് നടന്നിട്ടൊക്കെ വരാറുണ്ട്. നടന്ന വരുള്ളൂ. അതെ. ഒത്തിരി വഴിയില്ല. വഴി അധികം. അതെ. നടക്കാൻ പറ്റാൻ നടന്നു വരും, അത്രേ ഉള്ളൂ. സ്ഥിരം പോയതാണ്. അപ്പനോ മരിക്കുന്നതിന് മുന്നൊക്കെ അപ്പനും ഞാനും നടന്നു വരും. അതെ. അമ്മച്ചി മുമ്പൊക്കെ ഇവിടെ ആദ്യം അമ്മച്ചി ഇവിടെ ഈ സ്ഥലത്ത് വന്നിരുന്നപ്പോഴേ ഇവിടത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? അവസ്ഥ ഇങ്ങനെ തന്നെ. എല്ലാം ആൾക്കാർ കാട്ടിൽ പോവും, അങ്ങനെ ആളുണ്ടാവില്ല വീട്ടിലിങ്ങനെ, അങ്ങനെയാണ് ഇപ്പം. അതെ. ആളുകളൊക്കെ കാട്ടിക്കായിരുന്നു പോയിരുന്നേ? കാട്ടിലേക്ക് പോവുള്ളൂ. അതെ. അവിടെ പോയിട്ട് എന്ത് ചെയ്യാ? ഇത് പറിക്കും, തേയില പറിക്കും. തേയില പറിച്ചിട്ട് അവിടെ കൊടുക്കും. അതെ. അപ്പൊ വീടുകളിലൊന്നും ഇവിടുന്ന് ആളുകൾ ഉണ്ടാവാറില്ല? ആളുണ്ടാവില്ല. അതെ, ആളുണ്ടാവില്ല. പഴയ കാലത്ത് വെളുക്കൂല, ഒന്നും ഇല്ലാണ്ട് വെളുക്കും കത്തിച്ചിട്ട് ഭയങ്കര കഷ്ടമായിരുന്നു ഈ എസ്റ്റേറ്റിൽ. ഭയങ്കര കഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചു പോയി. പിന്നെ എന്ത് ചെയ്യണ, അപ്പനുള്ള കാലത്ത് അതുപോലെ തന്നെയാണ്. അമ്മച്ചി പണ്ടൊക്കെ തേയില നുള്ളാൻ പോയിരുന്നോ? പോയില്ലോ. എസ്റ്റേറ്റിൽ പോയിട്ട് വന്നു ഞാൻ. ഇപ്പത്തെ അവസ്ഥ എങ്ങനെയുണ്ട് നോക്കുമ്പോ? തരക്കടില്ല, അങ്ങനെ പറയാൻ പാടുള്ളൂ. അതെ. നാട്ടിക്കൊക്കെ അന്ന് പോവാറുണ്ടായിരുന്നില്ലേ? അന്ന് ഒക്കെ പോയിട്ടുണ്ട്. പെരുന്നാൾക്കൊക്കെ പോവും. മകരത്തിലെ പെരുന്നാൾ, കൊറ്റിമുത്തിര. അന്ന് എങ്ങനെ പോകുന്നത്? ഇവിടുന്ന് ബസ് വരും. അപ്പം അതിന് നടന്നു ചീജ വരും ബസ്. അതിലെ പോണേ. എന്താ പേരെന്തായിരുന്നു ബസിന്റെ? ഷീജ എന്നായിരുന്നു പേര്. അതെ അതെ. ഷീജ സ്ഥിരമായിട്ട് വരാറുണ്ടോ? വരാറുണ്ട്. മുടങ്ങോ? ചില ദിവസം മുടങ്ങും. ഷീജ മുടങ്ങിയ നമ്മുടെ പണി അവതാളത്തിലായില്ലേ? അത് തന്നെ. അത്ര നാട്ടിക്ക് പോവാന്ന് പറയുമ്പോ ഭയങ്കര ഒരു സന്തോഷമാണ്. സന്തോഷമാണ്. അത് ശരിയാണ്. ഇപ്പൊ വാൽപ്പാറത്തെ പെരുന്നാളാണോ കൊരട്ടിത്തെ പെരുന്നാളാണോ കെങ്കേമം? എല്ലാം നല്ലത്. ഇവിടെ പിണ്ടിയൊക്കെ വെട്ടി പിണ്ടി പെരുന്നാളൊക്കെ ഉണ്ടോ? പിണ്ടി പെരുന്നാളൊക്കെ ഉണ്ട്. ഈ ക്രിസ്മസിന്റെ സമയത്തൊക്കെ പാതിര കുർബാനക്കൊക്കെ പോവാറുണ്ടോ? പോവാറൊക്കെ ഉണ്ട്. ഇപ്പൊ പോണില്ലല്ലോ. അവര് ഉള്ള കാലത്തെ ഞങ്ങൾ നടന്നൊക്കെ പോകും. അന്നങ്ങനെ നടന്ന് ഈ കാട്ടുവഴിയോടൊക്കെ പോകുമ്പോ പേടി ഉണ്ടാവില്ലേ? പേടിയാവും. എന്തേന് അങ്ങനെ
ധൈര്യമായിട്ട് പോകും. ഇവിടെ നിന്ന് എങ്ങനെയാ മലയാറ്റൂർക്കോ അങ്ങനെയൊക്കെ പോക്കുണ്ടോ? ആ പോക്കൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. അതെയോ? അതെ, ഇപ്പം മലയാറ്റൂർക്ക് പോയി മല കയറാനായിട്ട് ആദ്യമായിട്ട് നേർച്ച കാരണം അങ്ങനെ നേർന്ന് പോകും. ഈസ്റ്റർ വരുമ്പോ നമ്മള് സ്പെഷ്യൽ ആയിട്ട് വീട്ടിൽ എന്തൊക്കെയാ ഉണ്ടാക്കാറ്? അയ്യോ, പാല് ഉറുക്കും, അപ്പം ചുടും. എല്ലാ വീട്ടുകളിലും ഈ പാല് കുറുക്കി കൊടുക്കും ഒക്കെ ചെയ്യും. പിന്നെ അങ്ങനെ ചെയ്യും. വീട്ടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. അതെ, ശരി. ആ നൊയമ്പല്ലായിരുന്നു. അതന്നെ കൊടുക്കും. അത് ഒരു കലം അങ്ങോട്ട് കുറുക്കും. ഇപ്പിലവന മകൻ്റെ കെട്ടികളെ അത് നിറയെ ഒരു കലം. ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യണേപ്പാ അന്നൊരു തീ ഒക്കെ ചെയ്യുള്ളൂ. അപ്പവും ചൂടും. ശരി. അത് സന്തോഷം തന്നെ. ഇവിടെയൊക്കെ എങ്ങനെയായിരുന്നു അമ്മച്ചി അന്ന്? നിറയെ താമസക്കാരുണ്ടായിരുന്നു. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതെ അതെ, ഒഴിയാത്ത ആൾക്കാരായിരുന്നു. അതെ, ഇപ്പൊ ആര് അടച്ചു കൂട്ടിയിട്ട് അതുങ്ങൾ എവിടെ പോയപ്പോ. ഇപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് ആരോഗ്യമൊക്കെ? എന്താ ഒരു സുഖമില്ല. നീ എന്താ ചെയ്യണേ? കണ്ണു വെള്ളത്തരണത്തല്ലേ, അത് കാരണത്തല്ലേ. പക്ഷെ അമ്മച്ചിയുടെ ശബ്ദവും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആണ് കേട്ടോ. അതെ, ആ അത് ശരി. പല കാര്യങ്ങളൊക്കെ ഓർത്ത് മണി പോലെ പറയുന്നുണ്ട്. മണി കാര്യം ഓർക്കുന്നുണ്ട്. അത് മറന്നിട്ടില്ല. നല്ല ഓർക്കുന്നുണ്ടപ്പാ. ഈ മുടിയുടെ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിട്ട്. ശരി. ഇതാകുമ്പോ നമുക്ക് മെടഞ്ഞ് കെട്ടണ്ടല്ലോ അല്ലേ? മെടയിന്റെ വെറുതെ അങ്ങോട്ട് കൊടുത്താൽ മതി. അടിപൊളി. ശരി. അമ്മച്ചിക്ക് ഇപ്പൊ വീട് എന്ന് പറയുന്നത് ഇത് തന്നെയാണോ അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ആരെ തന്നെ വീട് ഒന്നുമില്ല. എൻ്റെ മക്കൾക്കും ഇല്ല, ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ ഇരിക്കുന്ന ഒന്നും കൊടുക്കാനില്ല എല്ലാ മക്കൾക്കൊന്നും. ഓർക്കും നമ്മൾ അവരെ വളർത്തി വലുതാക്കിയില്ലേ? അത് ശരിയപ്പാ, അവര് വളർന്നോളും. അത് ശരിയാണിപ്പാ. ചായ കുടിക്കണോ? പിന്നെ കുടിച്ചിട്ടാ പോണല്ലോ. ചായ കൊടുക്കുമോ? ഞാൻ ചായ എടുത്തിട്ട് പോയാ. യാത്രകളുടെ വികാരമെന്താണ് അറിയില്ല. നമ്മൾ തുടരുകയാണ് ആഴങ്ങളിലേക്ക്. അതിനിടയിൽ അമ്മച്ചി യാത്രയായി. ഓർമ്മകളുടെ കെട്ടുപിണഞ്ഞ വേരുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങി മറ്റൊരിടത്തേക്ക്. സന്തോഷം കണ്ടത് നന്നായി.